റെഡി അല്ലേ? എങ്ങനെയാണ് ഞാനിപ്പോൾ പാസ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു? പാസ് കൊടുക്കുക. അതിന് നമ്മൾ ഏത് ഭാഗം കൊണ്ട് കൺട്രോൾ ചെയ്യാനാ പറഞ്ഞു? സൈഡ് എങ്ങനെ കൺട്രോൾ ചെയ്യണം? ഇങ്ങനെ ചവിട്ടുക ചെയ്യാം. ആ നമ്മളെന്ത് പ്രഷർ റിലീസ് ചെയ്യുക. ഈ ബോൾ തരുമ്പോൾ എങ്ങനെ റിലീസ് ചെയ്യണം? യെസ്, ഗുഡ്. അങ്ങനെ ബാക്കിൽ നിന്ന് എന്ത് ചെയ്യുക? കാല് പതുക്കെ ടച്ച് എടുത്തിട്ട് പിന്നെ എങ്ങനെ ടച്ച് എടുക്കണ്ട്? ഫ്രണ്ടിക്ക് എന്തിനാ ടച്ച് എടുക്കണ്ട്? ആ ബാക്കിക്ക് ടച്ച് എടുത്ത് എന്തുണ്ടാകുക? നമുക്ക് ഒരുപാട് എന്തുണ്ടാവും? സമയം പോവും, നമ്മളെ സമയം വേസ്റ്റ് ആവും. പിന്നെ നമ്മൾ ഇങ്ങനെ ബാക്കിൽ ഇതുണ്ടോ, ഇങ്ങനെ ബാക്കിൽ പാസ് കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ഒരു ടച്ച് മുന്നിലേക്ക് എടുക്കണം, പിന്നെ പാസ് ചെയ്യണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം അബ്ദുറഹ്മാന് പാസ് കൊടുക്കണ പോലെ ആർക്ക് പാസ് കൊടുക്കരുത്? സഫാന് പാസ് കൊടുക്കരുത്. സഫാന് കൊടുക്കണ പോലെ ഫൈസാന് കൊടുക്കരുത്. അപ്പം നമ്മൾ എന്താണ് അങ്ങനെ കൊടുക്കരുത് പറയാൻ കാരണം? നമുക്ക് നമ്മളെ ടീംമേറ്റ്സിന് എന്ത് മനസ്സിലാവണം? നമ്മളെ ടീംമേറ്റ്സ് എത്ര നന്നായി കളിക്കും, നമ്മളെ ടീംമേറ്റ്സ് എത്ര കൺട്രോൾ ഉണ്ട്, നമ്മളെ ടീംമേറ്റ്സിന് എന്താണ് നമ്മളെ ടീംമേറ്റ്സിനുള്ള ക്വാളിറ്റി, ഓട്ടാണോ, ഇപ്പോൾ ഷൂട്ട് ഓൺ ടാർഗറ്റാണോ, ഫുൾ കട്ട് പോസ്റ്റ് ഷൂട്ട് ഓൺ ടാർഗറ്റാണോ, പാസ്സാണോ, കൺട്രോളാണോ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായോ? അല്ലാതെ നമ്മളിപ്പോൾ ഞാൻ അബ്ദുറഹ്മാൻ പട്ടക്കോന്നുണ്ട് അടിച്ചു കൊടുത്തിട്ട് അബ്ദുറഹ്മാൻ ബോൾ കളഞ്ഞിട്ട് എന്താ കാര്യം ഉണ്ടാവും? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അബ്ദുറഹ്മാൻ നന്നായി കൊടുക്കുമ്പോൾ അത്ര വെയിറ്റ് കൊടുക്കാതെ, ഇപ്പോൾ നന്നായി കൺട്രോൾ അബ്ദുറഹ്മാൻ ഉണ്ട്, അപ്പോൾ അബ്ദുറഹ്മാൻ നല്ല ബോൾ കൊടുക്കുക. അതുപോലെ മറ്റുള്ള ആൾക്കാർ കൊടുക്കരുത്. ഓക്കെ. പിന്നെ നിങ്ങൾ തമ്മിൽ ഫൗള് കളിക്കരുത്. ഫൗള് കളിച്ചാൽ എന്തുണ്ടാകുക? മുറിയാവും. പിന്നെ നമ്മൾ ടീംമേറ്റ്സിന് ഇഞ്ചുറി ആയിട്ട് പിന്നെ അവരെയും കൊണ്ട് എന്തുണ്ടാവില്ല. പിന്നെ അതന്നെ ഫൗളില്ലാതെ കളിച്ചിപ്പോൾ തന്നെ പഠിക്കുക. ഓക്കെ. പിന്നെ ഓക്കെ, റെഡി. ഞങ്ങൾ ടീം എടുത്തേ.